എല്ലാം കൂടെ തെറിച്ചു. മറ്റേ 10-15 ആൾക്കാര് വെളി വരില്ലേ, അതുപോലെയാ. ആ ഡിക്കിയൊന്നും തുറന്നോണ്ടല്ലോ. ഓ, എല്ലാരും വേറെ പോലെ നിക്ക ഇങ്ങനെയാണോ? ഞാൻ ലൈഫിൽ എൻജോയ് ചെയ്തതില് മേ ബി ദ ടോപ്പ് ഡ്രൈവ് ഇത് തന്നെയാണ്. എന്തായിരുന്നു, ജസ്റ്റ് മാജിക്കൽ. ഇങ്ങനെ ഓരോ മിനിറ്റ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇതെന്താ സംഭവം എന്ന്. ഒരു ജോർജിയൻ ഹെവൻ എന്ന് പറഞ്ഞ വല്ലതും കേട്ടിട്ടുണ്ടോ? കാണിച്ചു തരട്ടെ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. റോഡ് ട്രിപ്പിന്റെ പ്രിപ്പറേഷൻ കാണിച്ചു തരട്ടെ. ഫുൾ റീഅറേഞ്ചിങ്. ഭയങ്കര സംഭവമാണ്. കാരണം നമുക്ക് കിട്ടിയ വണ്ടി ഒരു അത്യാവശ്യം വലിയ SUV ആണ്. 4 വലിയ വെട്ടി കിട്ടി ഞങ്ങൾക്ക്. 4 വലിയ വെട്ടി, 4 ചെറിയ വെട്ടി, ബാക്ക് പാക്ക്, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തിനാ ഇത്രയും ലഗേജ് ആയിട്ട് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ 30 ദിവസത്തെ ട്രിപ്പാണ്. സോ ഇത്രയും ലഗേജ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിയാണ്. നമുക്ക് ടെൻഷനില്ലല്ലോ, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. നമുക്ക് ഹോട്ടലിൽ ലഗേജ് വെക്കാം. പക്ഷേ ഞങ്ങൾ കുറേ ദിവസത്തേക്ക് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ സമ്മതിക്കില്ല. ഞങ്ങൾ ചോദിച്ചില്ല. ഞങ്ങളുടെ റെൻറ്റക്കാർ നല്ലൊരു പയ്യനാണ്. പുള്ളി പറഞ്ഞു പുള്ളി വേറെ കാറായിട്ട് വരാം, നിങ്ങൾ എക്സ്ട്രാ പെട്ടികൾ ഞങ്ങൾ കാറ് തിരിച്ച് ഞങ്ങൾക്ക് തരുമ്പോൾ പെട്ടികൾ കളക്ട് ചെയ്യാമല്ലോ. സോ ദാറ്റ്സ് എ മോസ്റ്റ് കൺവീനിയൻറ്റ്. അത് ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ദോഹയിലെ ഡ്രസ്സൊക്കെ മാറ്റി വെച്ച്, വാഷുള്ള ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് 4 വലിയ പെട്ടി മാത്രമായിട്ട് പോകാമല്ലോ. സോ ആ ഇഷ്യൂ സോൾവ് ആയി. എന്നിട്ട് വേണം റോഡ് ട്രിപ്പ് തുടങ്ങാനായിട്ട്. അങ്ങനെ എല്ലാവരെയും കയറ്റി എല്ലാ സാധനങ്ങളും ഏകദേശം സ്റ്റഫ് ചെയ്തു. ജാക്കറ്റ് പോലും വെക്കാൻ സ്ഥലമില്ല. ഇവരുടെ വലിയ വണ്ടികളിലൊന്നും ഇതാണ്. വാനൊന്നും കിട്ടിയില്ല. ഇനി ഒരു 11 മണിക്കൂർ ഇങ്ങനെ യാത്ര ചെയ്യാം. ഡാഡി റെഡിയല്ലേ? നമുക്ക് ഇങ്ങനെ തന്നെ പോയാലോ, ഇറങ്ങാതെ നാട്ടിലോട്ട്. റോഡ് ട്രിപ്പ് TCC ടു കൊച്ചി. ഇറങ്ങിയ പിന്നെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റൂല. എല്ലാം കൂടെ തെറിച്ചു. മറ്റേ 10-15 ആൾക്കാര് വെളി വരില്ലേ, അതുപോലെയാ. ആ ഡിക്കിയൊന്നും തുറന്നോണ്ടല്ലോ. ഓ, പ്രിയ, ഡാഡി മമ്മി ഇതേ സൈഡിലൊക്കെ സ്നോ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. തണുപ്പ് കൂടി വരുന്നുണ്ട്. നമുക്ക് പൊളിക്കട്ടെ തണുപ്പത്ത്. ഓ, എല്ലാവരുടെ മേത്തുനിന്ന് സ്നോ ആയി എറിയുന്നതായിരിക്കും. ഹാപ്പിയായി. ഫുൾ ഫോറസ്റ്റ്, ഫുൾ സ്നോ ആയി. കണ്ടാ നോക്ക്. ഓ, മരത്തിലൊക്കെ സ്നോ കണ്ടാ. ഇതായിരുന്നു നമ്മുടെ മെയിൻ ആഗ്രഹം കേട്ടോ, സ്നോഫോൾ കാണാനായിട്ട്. ഐ തിങ്ക് ഇറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഫോർ സ്നോ. കാരണം ഫോറസ്റ്റ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്, വൈൻഡി റോഡ്സ് ഉണ്ട്. പിള്ളേരൊക്കെ സ്നോയിൽ ഇറങ്ങി നിന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് എനിക്ക് തോന്നുന്നു കാലൊക്കെ മുങ്ങിപ്പോ, അത്രയും സ്നോഫോൾ വന്ന് വീണ് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഭാഗ്യമാണ് മിനിഞ്ഞാന്നാണ് ഇവിടെ, ഇല്ല ഇന്നലെയാണ് സ്നോഫോൾ തുടങ്ങിയത്. ഞാനൊരു സബ്സ്ക്രൈബർ മെസ്സേജ് ചെയ്ത് മിസ്റ്റും സ്നോ വെച്ചെന്തോ സ്നോ സ്റ്റോം പോലെ തോന്നിക്കുന്നു. മൊത്തം ഈ റോഡിലൊക്കെ ഒരു സ്നോ സ്റ്റോം പോലെ. നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ സ്നോ ആണ് ഇവിടെ കിട്ടുന്നത്. അയ്യോ, റോഡിലൊക്കെ കണ്ട പിന്നെ സ്നോഫോൾ വീഴുന്നു. ആ കാണുന്ന ബസ് മുഴുവൻ ഒരു കിടിലൻ മലയാളി ഫ്രണ്ട്സ് ആൻഡ് ഗ്യാങ് ആണ് വന്നിരിക്കുന്നത്. ഖത്തറിന്ന് വന്നിരിക്കുകയാണ്. എന്തൊരു ഫണ്ണായിരിക്കും അല്ലേ, ഖത്തറിന്ന് ഇവിടെ വന്നിങ്ങനെ ഒരു ബസ്സൊക്കെ എടുത്ത് സ്നോ ഒക്കെ കണ്ടുപോകുന്നത്. നിങ്ങൾക്കൊന്നും എന്താ വൈബില്ലാത്ത? ഇടയ്ക്കിടയ്ക്കൊന്ന് യാത്ര ചെയ്യേ ഡാഡി. ആ, അതെ, വൈബ് വരുന്നുണ്ട്. അതിപ്പോ നമ്മളെ കടിക്കും കേട്ടാ. വേദു, സ്നോഫോൾ ഹാപ്പി ആയാ? സൂക്ഷിച്ച് നടന്നാ മാത്രം മതി. എന്താ 3 പേര് കൈ പിടിച്ചോ പിള്ളേരെ പോലെ. വലിയ സ്ലിപ്പർ. ഡാഡി പയ്യൊക്കെ പിടിക്കും ഡാഡി. ഓ, ഫീൽ ഓഫ് ജോർജിയൻ സ്നോ. അങ്ങനെ അവിടെ വിന്റർ ഹോളിഡേസ് നന്നായി.
എന്തൊരു ലാൻഡ്സ്കേപ്പാന്ന് നോക്ക്. ഇതൊരു ഇക്കോളജിക്കൽ ബെയർ പാർക്കാണ്. ബെയറും വേറെ എന്തെങ്കിലുമൊക്കെ ആനിമൽസ് കാണുമായിരിക്കും. എന്നാലും മലയാളീസൊക്കെ കൂടുതൽ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇത് ഒരാളുടെ പ്രൈവറ്റ് സൂ ആ, അറിയോ? ആ, പ്രൈവറ്റ് സൂല് ബെയർ വരെ ഉണ്ട്. ആലോചിച്ച് നോക്ക്, പ്രൈവറ്റ് സൂ. അപ്പൊ ഇന്നത്തെ വിശ്വസിച്ചല്ലോ. അടുത്തത് വാ വാ നോക്ക്, കരടികളെ തൊട്ടടുത്ത് വരെ വരും കേട്ടോ. അവിടെ ഇരിക്കുന്നുണ്ട്. ദേ കണ്ടാ, ഇത് ഇവിടുത്തെ എന്തോ ജോർജിയൻ ബെയറോ അങ്ങനെ എന്തോ അതിന്റെ പേരിട്ടിരിക്കുന്നത്. തണുപ്പത്ത് മാത്രം ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു ബെയറാണ്. നല്ല സൈസ് ഉണ്ട്. എന്താ ഡാഡി കരടീന്? നമ്മളെയൊക്കെ മാതിരി ഉണ്ട് ഇപ്പം. ശരിക്കും പ്രിയ കരടി, പ്രിയ കരടി, പ്രിയ രണ്ടും ഒന്ന്. മുടിയും കളറും ഡ്രസ്സും സൈസും എല്ലാം കൂടെ കൊണ്ട്. കരടിക്ക് ഒരു ബ്രൗൺ ഒക്കെ ഉണ്ട് ഇതുപോലെ മുടിയില്. എവിടെ? അതുപോലെ തന്നെ അവരിവിടെ എനിക്കൊന്ന് ഡോഗ്സിന് ഷെൽട്ടർ കൊടുക്കുന്ന സ്ഥലവും കൂടി ഉണ്ട് കേട്ടോ. കുറെ സ്ട്രേ ഡോഗ്സിന് അവരിതുപോലെ എനിക്കൊന്ന് റെസ്ക്യൂ സെന്റർ പോലെയാ ബേസിക്കലി അവരിവിടെ നടത്തിയിരിക്കുന്നത്. അതിന് ഫണ്ട് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഇവര് ബെയറിനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. അതെ, അത് ചിലപ്പോ ചാടി കേറി വരും കേട്ടാ. കരടി മരം കയറും, അറിയില്ലേ? പിന്നെ കേറും. പ്രിയ ഇങ്ങോട്ട് വാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് വാ. അതേ അടുത്ത് വന്നു. നോക്ക്, ഇവിടെ നമുക്ക് ആപ്പിൾസ് ഒക്കെ കിട്ടും കേട്ടോ എന്നെ ഫീഡ് ചെയ്യാനായിട്ട്. ഇങ്ങോട്ട് മൈൻഡ് പോലും ഇല്ല. ഇതൊക്കെ ശരിക്കും വരുന്നൊന്നും കണ്ട പേടിച്ചോണ്ടല്ലോ. വീണ്ടും നമ്മള് ജേർണി കണ്ടിന്യൂ ആണ്. എത്ര ദൂരം ഈ സ്നോ ക്യാപ് ഫീലിംഗ് കിട്ടും എന്ന് അറിയില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്നോയി ഫോറസ്റ്റിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്നത്. ഐ എം ഷുവർ ഞങ്ങളുടെ വ്ളോഗിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത് കൊണ്ടുവരുന്നത്. ക്ലാരിറ്റി കുറവാണെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഗ്ലാസ്സിൽ കൂടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ സേഫ് അല്ല ഇവിടുത്തെ ഡ്രൈവിംഗ് കണ്ടീഷൻസ് ഒക്കെ വെച്ച്. വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താണെന്നറിയോ, ഇത്രയും ദൂരം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. വണ്ടികൾ വളരെ കുറവാണ്. ട്രാഫിക് എന്ന് പറയുന്ന ഒരു സാധനേ ഇല്ല. ഇനിയിപ്പോൾ ഇതും ഹൈവേ തന്നെയാണ്, പക്ഷെ ഇതാ പറഞ്ഞത് ട്രാഫിക്കേ ഇല്ല. ആ സമയത്ത് ടിബ്ലിസിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ട്രാഫിക്കും. 4 വന്നു ഇപ്പൊ വെളിയില്. 1, 2 ഇവിടെ ബെയറും പിന്നെ ഹോഴ്സ് റൈഡിങ്ങും മാത്രമല്ല. ഒരാൾക്ക് 5 ലാറിയാണ് വരുന്നത്. സോ ദാറ്റ്സ് ലൈക്ക് അറൌണ്ട് 150 rupees. ഇപ്പൊ ഇല്ല, വിന്ററിലില്ല, സമ്മേഴ്സിൽ മാത്രം. ഇതിന്റെ അകത്തൊരു പട്ടിനെ വിട്ട് എന്ത് പറ്റും? തീർന്ന്. പക്ഷെ ഇവർക്ക് ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇവിടെ ആപ്പിളും നമുക്ക് വരുന്നവർക്ക് ആപ്പിളൊക്കെ കൊടുത്ത് വയറ് ഫുള്ളാ. പോവാം. വിശക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ. പ്രിയനെ പോലെ. വേത് ബേറാണോ? എന്തായാലും സ്നോള്ള സ്ഥലത്ത് കൊണ്ടുവന്നല്ലോ. അതെ, കൂടെയുള്ള ആളാന്ന് വിചാരിച്ച് അവരും പിടിച്ച് കൂട്ടിലിട്ടാരെ. ഓ, നമ്മളെ പോലെയാ പ്രിയ. അത് ഭയങ്കര റൊമാൻസ്. അവിടെ ഭയങ്കര റൊമാൻസ്. ഓഫ്, അവർക്ക് വേറെ ജോലിയൊന്നുമില്ല, പ്രൊഡക്ഷൻ മാത്രല്ലേ ഉള്ളൂ. വേറെ എന്താ ജോലി? അതെ, അല്ല, അവര് കഴിക്കുക, പ്രൊഡക്ഷൻ കഴിക്കുക, പോവുക. അടുത്ത ജന്മം ഒരു കരടിയെ ജനിച്ച ഇതുപോലെ നമുക്കും ജീവിക്കാം. ഒരു 10-20 പ്രസവിച്ചാ മതി. എല്ലാരും നമ്മളെ പേടിക്കുകയും ചെയ്യും. അതെ, ഞാനും ജെഫ്രിനും അതു ഇത് നമ്മൾ ആക്ച്വലി ഒരു ചെറിയ പിറ്റ് സ്റ്റോപ്പ് എടുത്തേ ഉള്ളൂ. ഇവിടെ ആക്ച്വലി നമുക്ക് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ എന്ന് പറഞ്ഞ ഒരു പില്ലേഴ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മുടെ കാർ കിട്ടിയപ്പോൾ ലേറ്റ് ആയി. പിന്നെ സെക്കൻഡ്ലി ഹിസ്റ്ററിയുടെ ഭാഗമല്ല, ഇറ്റ്സ് ആക്ച്വലി മോഡേൺ ആർക്കിടെക്ചർ. റീസെൻ്റ്ലി ഫിനിഷ് ആയതേ ഉള്ളൂ. ജസ്റ്റ് ഒരു പില്ലറിൽ ഇങ്ങനെ കുറേ ജോർജിയയുടെ ഹിസ്റ്ററി ഒക്കെ വെച്ചു. പക്ഷെ ഒന്നും പ്രോപ്പർലി ഇൻറ്റൻറ്റഡോ അല്ലെങ്കിൽ ഐ സെൻസ് ലൈക്ക് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷനോ അത് കിട്ടില്ല എന്ന് ഞാൻ ഗൂഗിളിൽ വായിച്ചത്. സോ ജസ്റ്റ് ഒരു ഫോട്ടോ പോയിന്റിന് വേണ്ടി പോവാം, പക്ഷെ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്താണ്. അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് തെലവി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈൻ റീജിയണിലേക്കാണ്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ബുട്ടീക്ക് ഹോട്ടൽ എന്ന് പറയുന്ന കമ്മ്യൂണൽ ഹോട്ടലാണ്. അതിൻ്റെ ഒരു ഏറ്റവും എസ്തെറ്റിക് ആയിട്ടുള്ള ടിബ്ലിസിയിലുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും എസ്തെറ്റിക് ആയിട്ടുള്ള ഹോട്ടൽ ഇവിടെയുണ്ട്. ആ ഹോട്ടലും കൂടെ താമസിക്കാം. സോ റോഡ് ട്രിപ്പ് ടു എ ബ്യൂട്ടിഫുൾ ബുട്ടീക്ക് ഹോട്ടൽ ഇൻ ജോർജിയ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു സംഭവം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ നല്ല പിറ്റ് സ്റ്റോപ്പും കിട്ടിയില്ലേ, അടിപൊളി. ബ്യൂട്ടിഫുൾ വിൻട്രി വണ്ടർലാൻഡ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ
ട്രിപ്പ് കണ്ടിന്യൂ ആണ്. എനിക്ക് അധികം ലേറ്റ് ആവാൻ താല്പര്യമില്ല. ഇരുട്ടി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ്സ് ഒന്നും ഇല്ല. സോ I just want to reach the hotel and I want to showcase the hotel and the breakfast. കാരണം ജോർജിയൻ ഫുഡ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കാണിക്കായിരുന്നത് ഈ ഹോട്ടലിലാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ജോർജിയൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കെയിൽ വൈസ് അല്ല കേട്ടോ, ഇൻറ്റീരിയർ വൈസ് ഏറ്റവും എഫേർട്ട് എടുത്ത് ബ്യൂട്ടിഫുൾ ആയി ഡെക്കറേറ്റ് ചെയ്ത ഒരു ഹോട്ടലാണ് പറഞ്ഞിരിക്കുന്നത്, കമ്മ്യൂണൽ ഹോട്ടൽ. എൻ്റെ ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു പ്രോപ്പർ ടൂറും തരണം. ഒരു ബുട്ടീക്ക് ബ്യൂട്ടിഫുൾ ഹോട്ടൽ ഇൻ എ വില്ലേജ്. അടിപൊളിയല്ലേ? സമയം 3:30 ആയിട്ട് ഞങ്ങൾക്ക് എവിടെയും ഫുഡ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ജഫ്രി ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമായത്. ഇവിടെ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു ഗ്രാമത്തിന്റെ ഇടയിലാണ്, ഒരു കഫേ ഒന്നും ഇല്ല കേട്ടോ ജോർജിയന്റെ ഈ ഇങ്ങനത്തെ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ എടുത്താൽ. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റ് കണ്ടു. ഇവിടെ ഫ്രഷ് ആയിട്ട് ബേക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലതായിരിക്കും ചിലപ്പോൾ. ഇവിടെയൊക്കെ നോക്കൂ, ഒരു ഓപ്ഷനും ഇല്ല കേട്ടോ. ഇത് മാത്രമായിട്ടാണ് അവർ തരുന്നത്. അവർ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്ത് വെക്കും. നമ്മളിത് എടുത്ത് ഇങ്ങനെ തന്നെ കഴിക്കുക. ഗ്രാമത്തിന്റെ പ്രോപ്പർ ബേക്ക് ബ്രെഡ്. ഇത് ആലോചിച്ച് നോക്ക്, ബ്രെഡ് മാത്രമുണ്ട്. ഇത് ബ്രെഡ് ഫ്രഷ്, ഇതേ ഒവടീന്ന് ഇറക്കിയതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ബ്രെഡാണിത്. ഓ, ഇങ്ങനെയാണ് ഇവിടെയൊക്കെ 30 രൂപ ബ്രെഡ്. യമ്മി ബ്രെഡ് മോന്. ഇങ്ങനെയാണ്. മമ്മിക്ക് വേറെ ബിസ്ക്കറ്റ്. വൈബില്ലാത്ത ആൾക്കാര് ഇത്രയും ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് കൂടെ ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് വേദ് സൂപ്പറാ, ഒരു കുഴപ്പമില്ല. ഡാഡി, മമ്മി, പ്രിയ എല്ലാരും ഉറക്കം ഫുൾ ടൈം. ഇറങ്ങണോന്നല്ല, എല്ലാരും നല്ല ഉറക്കമായിരുന്നില്ലേ? ഡാഡി ഉറങ്ങിയില്ല. അത് ഞാൻ ലാൻഡ്സ്കേപ്പ് ഒന്ന് കാണിക്കട്ടെ. ഞാൻ ലൈഫിൽ എൻജോയ് ചെയ്തതിൽ മേ ബി ദ ടോപ്പ് ഡ്രൈവ് ഇത് തന്നെയാണ്. എന്തായിരുന്നു മാജിക്കൽ. ഇങ്ങനെ ഓരോ മിനിറ്റ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഇതെന്താ സംഭവം എന്ന്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. സ്വിറ്റ്സർലൻഡിനൊക്കെ കാട്ടി എൻജോയ് ചെയ്തേ. ആൻഡ് ഈ ഒരു വ്യൂ നോക്ക്, ഒരു ടൗണിന്റെ ബാക്ക് ഡ്രോപ്പിൽ മൗണ്ടൻസ്, അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. നോ, ഈ ഒരു വ്യൂ ഇസ് അമേസിങ്. ഈ ഒരു വ്യൂ നോക്ക് ഗൈസ്, അടിയിലൊരു ടൗണ് സറൗണ്ടഡ് ബൈ ദീസ് ബ്യൂട്ടിഫുൾ സ്നോ ക്യാപ്പ് മൗണ്ടൻസ്. കാറിന് നല്ല വിന്റർ ടയേഴ്സ്, ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ഒക്കെ ആണ്. അതുകൊണ്ടാണ് ഇത്ര സേഫ് ആയിട്ട് ഓടിക്കാൻ പറ്റിയത്. പിന്നെ ഇവരോട് മെയിനായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മൾ വളരെ ചെറിയൊരു ഹോം സ്റ്റേയിലാണ് താമസിക്കാൻ പോകുന്നത്. സോ അതൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുക. നമ്മളെ ടിബ്ലിസി പോലത്തെ ഹോട്ടലും മെർക്യൂറും അതൊന്നും അല്ല, എക്കോർ ഗ്രൂപ്പൊന്നും അല്ല കേട്ടല്ല. വളരെ ചെറിയ ഹോട്ടലാണ്, ടവൽ പോലും ചിലപ്പോൾ കാണില്ല. കൊണ്ടുവന്നില്ലേ എല്ലാവരും? പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടവലും ബ്രഷൊക്കെ ചില ഹോട്ടൽസ് കിട്ടില്ല എന്ന്. ദേ ഇരിക്കുന്നവനിവിടെ ബാക്കി വയ്ക്കേ. ഈ ഒരു ഏരിയയിലാണ് ഞങ്ങളുടെ ഹോട്ടൽ ഒന്ന് തപ്പട്ടെ കേട്ടാ. എന്തൊരു ചാമിങ് ഏരിയ നോക്ക്, പക്ക ഓൾഡ് ടൗൺ വൈബ്സ് ആണ് വരുന്നത്. ആൻഡ് സെന്റർ ഓഫ് ദിസ് മെയിൻ സ്ട്രീറ്റിലാണ് നമ്മുടെ ഹോട്ടലും വരുന്നത്. എനിക്ക് ഇതായിരിക്കാനാണ് ഹോട്ടൽ. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കാൻ വെയിറ്റ് ടു ഷോ യു ദ ഹോട്ടൽ ടു. ഒരു ജോർജിയൻ ഹെവൻ എന്ന് പറഞ്ഞ വല്ലതും കേട്ടിട്ടുണ്ടോ? കാണിച്ചു തരട്ടെ. സാധാരണ റൂം കാണുമ്പോ പ്രിയാണ് വാവ് പറയുന്നത്. ഇത്തവണ നിങ്ങൾ 3 പേരും വാവ് പറഞ്ഞിരിക്കും. വേണമെങ്കിൽ പറഞ്ഞു തുടങ്ങിക്കോ. വേദം പറ. അതെ, വേറെ എവിടെ കിട്ടും അല്ലേ ഈ വാവ്? ഒരു സ്പെഷ്യൽ വാവാ ഇത്. ഇതിന്റെ ലൊക്കേഷൻ ഇസ് ദ മെയിൻ തിങ് കേട്ടാ. കമ്മ്യൂണൽ ഹോട്ടൽ എന്നാണ് ഇതിന്റെ പേര്. ഡോറ് തുറന്ന് കേറി വരുമ്പോ ഇവിടെ ലോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മാത്രമേ വിശ്വസിക്കുള്ളൂ. ഏത്? അല്ല, ഇത് കോമൺ ഏരിയ. ഇതാണ് ഹോട്ടൽ ലോബി. ഇറ്റ് ജസ്റ്റ് ഫീൽസ് ലൈക്ക് എ പബ്. നോ പബ് അല്ല, ഒരു ലണ്ടൻ ലുക്ക്, കോസി. എക്സാക്ട്ലി, ഒരു കോസി വിന്റർ ലുക്ക് അല്ലേ. ആൻഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവരുടെ. ഇറ്റ്സ് ജസ്റ്റ് സോ ബുട്ടിക്, സോ ആർട്ടിസ്റ്റിക്. ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയ ഹോട്ടൽ പോലെ തോന്നിക്കും. ഇവിടെ കുറെ ഇതുപോലത്തെ എലിമെന്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓഫ് സീസൺ ആയത്, ആരും വരാത്ത ടൈം. കാരണം വൈൻ റീജിയണാണ്. സോ ദേ കം ഇൻ ദ സമ്മേഴ്സ്. പക്ഷെ
I just wanted to stay in this hotel because it's one of the best in Georgia. Oh. And it's counted as one of the best boutique hotels in Europe. In Europe. യൂറോപ്പിന്റെ ഭാഗം അല്ലെങ്കിലും യൂറോപ്പിലെ മസ്റ്റ് ബുട്ടീക് ഹോട്ടൽസ് പറഞ്ഞാൽ ഇതാ കൊടുത്തിരിക്കുന്നത്. അത്രയും അടിപൊളിയായതുകൊണ്ട് ഇവിടെ റെസ്റ്റോറന്റ് ജോർജിയയിലെ ഈ ഏരിയയിലെ നമ്പർ 1 ആണ് ഡോളി എന്ന് പറയുന്നത്. സോ അതൊക്കെ കൊണ്ടാണ് ഐ വോണ്ട് ടു ട്രൈ ദ ബ്രേക്ക്ഫാസ്റ്റ് ഓൾസോ. വി ആർ ഹിയർ ഫോർ 3 days. ഇത് കണ്ട, ഇത് ഇവരുടെ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ്. ചിമ്മിണി പോലെ. അതെ, അതൊക്കെ വെച്ച് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് പോകുന്ന ഏരിയ നോക്ക്. സമ്മറിൽ പൂളൊക്കെ ഉണ്ട്, വെളിയിലൊക്കെ ഇരിക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദ സ്മെൽ. എന്തൊരു ആർട്ടിസ്റ്റിക് അല്ലേ. ഈ വാവ് കിടക്കുന്നേ ഉള്ളൂ. വെയിറ്റ്, റൂം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റൂം ടൂറിലേക്ക് തന്നെ പോവാം. വെൽക്കം ടു കമ്മ്യൂണൽ ഹോട്ടൽ ടിബ്ലിസി. ലൈറ്റ് ഇട്ടോ, ലൈറ്റ് ഇട്ട് പോയിക്കാം. So welcome to communal hotel Tbilisi. Communal hotel Tbilisi. അല്ല, സോറി, ടെലവി. ടെലവിയാ ഈ സ്ഥലത്തിന്റെ പേര്. ടെലവി. This place is so magical. ഈ ഹോട്ടൽ ഇത് നോക്ക്. എന്തൊരു attention അല്ലേ. എന്ത് ഭംഗിയാ. എന്നിട്ട് കേറി വരുമ്പോ തന്നെ നല്ല ലാംപ് ഷെയ്ഡ്. എല്ലാരും ആന്റീക് ലുക്ക് ആണ്. ഫുൾ വുഡൻ ആണ്. ഇവിടെ ഒരു സോഫ ഏരിയ പോലെ ഉണ്ട്. ലാംപ് ഷെയ്ഡ്സ് അല്ലേ. ഈവൻ AC is covered well, no? എന്തൊരു ക്ലാസി ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഷോപ്പിൽ കവർ ചെയ്യണം. തുടങ്ങി. ഇതിനാണ് ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ, ഒരു ഐഡിയ അടിച്ചു മാറ്റാൻ. ഇത് ചിമ്മിനിയുടെ ഫയർ പ്ലേസ് ആണ്. ഇതും ചിമ്മിനി. ഹീറ്റർ ആയിരിക്കും. ഹീറ്ററും ഹിഡൻ ആയിട്ട് വെച്ചിരിക്കുക. പിന്നെ അതെ, ഇവിടെ ഒരു വലിയ ഒരു എന്താ പറയുന്ന ടേബിൾ ഉണ്ട്. ഒരു വിന്റേജ് എസ്പ്രസോ മെഷീൻ. നല്ല കോഫി കുടിക്കാം. വൈൻ ഗ്ലാസ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാണ്ടല്ലോ പുറത്തു പോകാൻ തോന്നൂല. ഇവിടെ തന്നെ ഇരിക്കണം. അതെ, ബാൽക്കണി ഉണ്ടല്ലോ ഇവിടെ. വേദ കണ്ടുപിടിച്ചാണോ? കൊള്ളാലോ. മ്യൂസിക് ഇസ് ഓൾറെഡി പ്ലേയിങ് ഇൻ റേഡിയോ. ഒന്ന് ആലോചിച്ച് നോക്ക്. And this is the bedroom. This is so beautiful. ഒന്ന് നോക്കിക്കേ ആംബിയൻസ്. Oh my god. Every corner is beautiful, no? ഹോട്ടലിനെക്കാളും ഭംഗി എപ്പോഴും ബുട്ടീക്ക് ഹോട്ടൽ. കറക്റ്റ് അത്. അതിനൊരു ക്യാരക്ടർ ഉണ്ട്. എന്താ മോൾ? കാണിക്ക്. എന്തൊരു വോം ഈ റൂമിന്റെ അകത്തല്ലേ. ബെഡ് ഇസ് ലൈക്ക് ഹെവൻലി, നോ? ഇനി ബാത്റൂമും കൂടെ ഒന്ന് പോയി നോക്ക്. ഈ സോഫയൊക്കെ നോക്ക്, ഇരിക്കുന്ന സോഫ. Yeah, it's just too aesthetic and beautiful. Oh my god, the lampshade. അതെ. So beautiful. വാ, ഇനി ഇങ്ങോട്ട്. And the bathroom. Oh, light ഇടട്ടെ. നോക്കട്ടെ. സോ കേറി വരുമ്പോ തന്നെ ഒരു എല്ലാം ഡീറ്റെയിലിംഗ് ആണ്. ഇവന്റെ ഷവർ ഹെഡ് എല്ലാം ഭയങ്കര ഡീറ്റെയിലിംഗ് ആയി ചെയ്ത് വെച്ചിരിക്കുന്നു. ടോയ്ലറ്റിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു കേർട്ടൻ വെച്ച് ഇതൊരു ടോയ്ലറ്റ് കോർണർ ആണെന്ന് ആരെങ്കിലും പറയോ? അവിടെ ടോയ്ലറ്റ് വേണ്ട ഒരു ഷാൻഡിലിയർ ഉണ്ട്, കണ്ട. ആൻഡ് ദെൻ ഇവിടെ വാഷ് നോക്ക്, വാഷ് ബേസിൻ ഏരിയ. ഇത് യൂറോപ്പിലെ ബെസ്റ്റ് ബൂട്ടിക് അല്ല, വൺ ഓഫ് ദ ബെസ്റ്റ്. ബ്യൂട്ടിഫുൾ, നോ? അപ്പൊ ഞാൻ കുറച്ച് ഷോർട്സ് ആയിട്ട് കാണിക്കട്ടെ. ഇതിങ്ങനെ കാണിച്ചവർക്ക് ആ ഭംഗി മനസ്സിലാവില്ല. കാണിച്ചിരിക്കും. നിങ്ങൾക്ക് സാധാരണ റൂം, നിങ്ങൾക്ക് സാധാരണ റൂം പോരെ, ഒരു പറ്റില്ല. ഓ അയ്യോ, രണ്ട് റൊമാൻറ്റിക് വേർഡ് കഴിഞ്ഞു. പിന്നല്ലാതെ റൊമാൻസ് വെരി ഗുഡ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇതേമാതിരി റൂം കിട്ടുക വെച്ചാലേ, അതുകൊണ്ടാണ് ഞാൻ തപ്പിപ്പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ. വെരി ഗുഡ് അല്ലേ? ഓ
അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഈ റൂം നിങ്ങൾ തന്നെ എടുത്തോ. അപ്പൊ നിങ്ങളുടെ റൂം അപ്പുറത്താണ്? അല്ല, ഞങ്ങൾക്ക് മേളിലാ. ശരിക്കും മേളിലാണ് നിങ്ങളുടെ റൂം, പക്ഷെ ആ സ്റ്റെപ്പ് കയറാൻ പാടാ. അപ്പൊ ഡാഡിയോടെ എടുത്തോ. മുകളിൽ ഇതേപോലെ തന്നെയാണ്? അല്ല, ചെറുതാ. നല്ലതാ. അവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പൂളിൽ പക്ഷെ ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ലല്ലോ, ചൂടാണോ? ചെലപ്പോ ഹീറ്റഡ് ആയിരിക്കും. അപ്പൊ അവര് ക്ലീൻ ചെയ്തിട്ടില്ല. ഇത് നോക്ക്, കുളിക്കാൻ ഏരിയ എന്തൊരു ഭംഗിയല്ലേ, ഷവർ ഏരിയ, ടബ് പോലെ വെച്ചിരിക്കുന്നു. പുറത്തിതാ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. ഓ നൈസ്. ഈ റൂമിന് മുമ്പിൽ വെച്ചിരിക്കുന്ന നോക്ക് പ്രിയ, എന്തൊരു എസ്തെറ്റിക് അല്ലേ. നമ്മൾ ഇത്രയും ബുട്ടീസ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വീട്ടിൽ ഇതുവരെ താമസിച്ചിട്ടില്ല. അല്ല ഇതേപ്പോ വെൽക്കം ടു വൺസ് മോർ കമ്മ്യൂണൽ ഹോട്ടൽ, ബുട്ടീക് ഹോട്ടൽ. സോ ഇതിലും കേറുമ്പോ അവരൊരു എക്സ്ട്രാ ബെഡ്, അത് എന്തായാലും ഇടുമല്ലോ, ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഇതുപോലത്തെ വാർഡ്രോബും ആ ഏരിയ ഒക്കെ ഉണ്ട്. ബെസ്റ്റ് പാർട്ട് ഇവിടുത്തെ സപ്രപഞ്ച കട്ടില് ഉണ്ട്. ഇവിടെയും മറ്റേ എസ്പ്രസോ മെഷീനും എല്ലാം ഉണ്ട്. പിന്നെ ബെഡ് ഉണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ ബാത്റൂം. ഇത് ഒബ്വിയസ്ലി ഡാഡി VIP ആയതുകൊണ്ട് ഡാഡിക്ക് മറ്റേ സൂട്ട് റൂം ഒക്കെ കിട്ടി. പക്ഷെ ദിസ് ഓൾസോ സോ നൈസ്, വെരി നൈസ്. ഏതാ? നല്ല ഭംഗിയില്ലേ, നല്ല മണമുണ്ട്. ഇവന്റെ ലൈറ്റ്സ് ആണ് സോ നൈസ്. തുറക്കറിയാതെ വേദു സുഖമായിട്ട് തുറന്നു. ഇപ്പൊ വേദു അല്ലേ ആള്, ഇനി അതും കൂടെ അതെ അതും തുറന്നു. ആൻഡ് വി ഹാവ് എ ബ്യൂട്ടിഫുൾ ബാൽക്കണി. ലുക്ക് അറ്റ് ദിസ്. വേറെ എന്ത് വേണം? നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഫുൾ ടെലവിയുടെ ഒരു ഫീല് കിട്ടും. ഇതൊന്നും പോരാതെ നേരെ നോക്ക് സ്നോ ക്യാപ്പ് മൗണ്ടൻസ്. And in this hotel, this is the only room that has this. അടിപൊളിയല്ലേ? ഇവിടെ ഇരിക്കാനുള്ള ചെയർ ഏരിയയും അടിപൊളിയല്ലേ? ഇതൊക്കെ സർവീസിന്റെ അപ്പുറം ലെവൽ. അവരുടെ ഫൂട്ബോളിന്റെ ബോൾ പോയപ്പോ വേദുവിന് അവര് അലുമിനിയം ഫോയിൽ വെച്ച് ബോൾ ഉണ്ടാക്കി തന്നു. ഇത് ഡാഡി വേദം പോയി കളിച്ചോ. നിങ്ങളെ ജോർജിയനെ ഞാൻ പ്രേമിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ജോർജിയനോട് വലിയ ഇംപ്രഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. കോഫി കുടിക്കണ്ടേ? അതെ, എല്ലാരും എന്തൊരു മൂളല്. ഒരു 15 മിനിറ്റ് ബ്യൂട്ടിഫുൾ വാക്ക് ചെയ്താൽ നല്ല കോഫി വാങ്ങി തരാം. വെറും 15 മിനിറ്റ്സ്. 15 അല്ല 12 മിനിറ്റ്സ്. വാ, ശരിക്കും ഒരു മദാമിയായി. നടന്നോ? ജസ്റ്റ് 12 മിനിറ്റ്സ് സ്ട്രേറ്റ് വാക്സ് ആണ്. ഇവിടുത്തെ ബെസ്റ്റ് നമ്മുടെ ഹോട്ടൽ തന്നെയാ. നമ്മുടെ ഹോട്ടലിലെ റെസ്റ്റോറന്റ് ബെസ്റ്റ് റെസ്റ്റോറന്റ്. അത് മമ്മിയുടെ സിസ്റ്ററിന്റെ പേരാണ് ഡോളി. മമ്മിയുടെ സിസ്റ്ററിന്റെ പേരുകൾ ഉണ്ടല്ലോ, ഭയങ്കര യൂണീക്ക് ആണ്. ഡോളി, പപ്പി, ലല്ലി, ശാന്തി അല്ലേ? റാണി, ശാന്തി, ഡോളി, ലല്ലി, പപ്പി. അങ്ങനെയാണ് അമ്മയുടെ അച്ഛൻ വിളിക്കുന്നത് അല്ലേ? അത് ഡോഗിയാ, ഡോളി അല്ല. ഓ പ്രിയ, ഒരു മിസ്റ്റേക്ക് പറ്റി. 12 മിനിറ്റ് അല്ല, 12 സ്റ്റെപ്പ് ആയിരുന്നു. ആയില്ലേ? അപ്പൊ കേറിക്കോ കോഫി ഷോപ്പ്. എന്ത് വേണം വേറെ? നോക്കിക്കോ. അപ്പൊ 2 കൂടെ കയറണ്ടേ? 11 12 അകത്ത്. ഓ പൊങ്ങട്ടെ. 12 അകത്ത്. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? എങ്ങനെയുണ്ട്? അതൊരു ആർട്ട് കഫേ ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. ഫയർ പ്ലേസ് ഒക്കെ വെച്ച് എന്തൊരു റൊമാൻറ്റിക് സെറ്റിംഗ് ആണെന്ന് നോക്ക്. അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് കുടിക്കാനും എന്തൊരു റൊമാൻറ്റിക് അല്ലേ ഈ ടെലവി.
ആൾക്കാർ ഫുൾ ജോർജിയക്ക് 5 ദിവസത്തേക്ക് വരുന്നത്. നമ്മളിവിടെ 25 ദിവസം നിന്നിട്ട് ഇനി പോരാന്ന്. പെട്ടി ഇപ്പോഴും അതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അതെ. കാറി കയറ്റിയുണ്ട്. ഇനി ഇത് കഴിഞ്ഞ റൂമിൽ പോയി റിലാക്സ് ചെയ്യാം. ആ റൂമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ. നാളെ ഇവിടെ ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ് ഈവനിങ്ങിൽ. പെർഫെക്റ്റ് ടൈമിന് എത്തിയത്. പിന്നെ വൈൻ റീജിയൻ ആണ്. പറ്റും വൈൻ കുടിക്കില്ല, നമുക്ക് നോക്കാം അത് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. ഇവിടെയൊക്കെ സ്നോ വീഴോ? ഇല്ല ഇല്ല, ഇവിടെ സ്നോ ഏരിയ അല്ല. പക്ഷെ ഈ ഏരിയ ഉണ്ടല്ലോ, നമ്മള് ലാസ്റ്റ് ടൈം പോയ ഒരു സ്ഥലമുണ്ട്, മറ്റേ അമീർ ഖാന്റെ സിനിമ ഷൂട്ട് ചെയ്ത ബ്രൂജ് മാരിയില്ലേ, കുറച്ച് നല്ല ഭംഗിയല്ലേ. സോ രാത്രി ഞാൻ ജസ്റ്റ് ഇറങ്ങിയാണ്. എല്ലാവരും റൂമിലിരുന്ന് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞു. സോ ഇത് നമ്മുടെ ടൗൺ സെന്റർ ആണ്. ഇതൊക്കെ നാളെ കാണിക്കാം. പക്ഷെ നമ്മുടെ അടുത്ത് തന്നെ ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ചെറിയ സ്ഥലമുണ്ട്. നല്ല ഷവർമ, അതുപോലെ നല്ല ബ്രെഡ്സും അതൊക്കെ കിട്ടും. സോ ഇതൊക്കെ വാങ്ങി നേരെ റൂമിലേക്ക് പോവാം. നല്ലൊരു വൈബ് കേട്ടാ. ഇവിടെയൊക്കെ യു ഗെറ്റ് ജസ്റ്റ് ടോട്ടൽ യൂറോപ്യൻ ഫീലാണ് മൊത്തം. ആൻഡ് ബ്യൂട്ടിഫുൾ ഹോട്ടൽ. മൈ ഗോഡ്, ഐ എം സ്റ്റിൽ, ഞങ്ങൾക്ക് റൂമിൽ നിന്ന് ഇറങ്ങാനേ തോന്നുന്നില്ല. ഓക്കെ ഗൈസ്, സോ ബാക്ക് ടു അവർ റൂം. ഇവിടെ കുറച്ച് നേരം ഇരിക്കണം എന്നുണ്ട്, ബട്ട് ഇറ്റ് ഇസ് സോ കോൾഡ്. കാല് താഴെ കുത്താൻ പോലും പറ്റുന്നില്ല. എന്തായാലും ബ്യൂട്ടിഫുൾ പ്ലേസ്. ഐ കാൺ വെയിറ്റ് ടു ഷോ ദിസ് പ്ലേസ്. ഇവിടെ എനിക്ക് കുറേ വൈൻ ടേസ്റ്റിംഗ്, ചീസ് ടേസ്റ്റിംഗ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ബട്ട് ജസ്റ്റ് സീ ഹൗ സൈലൻറ്റ് ദിസ് പ്ലേസസ്. നാളത്തെ വ്ളോഗ് തുടങ്ങാൻ പോകുന്നത് വേറൊരു അൺഎക്സ്പെക്റ്റഡ് സ്ഥലത്തു നിന്നായിരിക്കും. എന്തായാലും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കാണിച്ചിട്ട് നമുക്ക് അത് ഈ വ്ളോഗ് അവസാനിപ്പിക്കാം. ഒരു ഒത്തൻറ്റിക് ജോർജിയൻ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാറ്റർ ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ കാണാം. ബ്യൂട്ടിഫുൾ പ്ലേസ്. രാവിലെ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാമേ. ഗുഡ് മോർണിംഗ് ഗൈസ്. വീണ്ടും നമ്മൾ ഇന്നലെ അവസാനിച്ച സ്ഥലത്ത് തന്നെ തുടങ്ങി. ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. ആ ചേർച്ചൊക്കെ ഒന്ന് പോയി. ഇറ്റ്സ് ജസ്റ്റ് ഒരു ഭയങ്കര എന്താ പറയുന്നത്, ഒരു സന്തോഷം തരുന്ന സ്ഥലമായിട്ട് എനിക്ക് ഇപ്പം തെലവി തോന്നിക്കുന്നത്. ഇന്നലെ കുടിച്ച കോഫി ഷോപ്പ്. ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ ഓവർ ഹിയർ. എന്തായാലും ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലാറ്റർ ഒന്ന് പോയി ട്രൈ ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാം. മൗണ്ടൻ ബ്യൂട്ടിഫുൾ നോ. ഇതാണ് ഒരു ഫീസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നോക്ക്, എന്തോ ബ്രെഡ്, 2 ടൈപ്പ് ബ്രെഡ്സ് ഉണ്ട്. പിന്നെ എല്ലാം ഡിപ്സ് ആണ്. ആപ്പിൾസ് ഉണ്ട്, വാൾനട്ട്സ് ഉണ്ട്, ഗ്രേപ്സ്, ഫിഗ്, ജാം, ചീസ് 1 2 3 4 ടൈപ്പ്, ടൊമാറ്റോസ്, ഓറഞ്ച് ജ്യൂസ് ആൻഡ് ഓംലെറ്റ് ഇപ്പോൾ വരുവേ. സോ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഈ ടൈപ്പ് ബ്രെഡ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ. ഹാർഡ് ബ്രെഡാണ്. ആൻഡ് ഇത് നമുക്ക് ആദ്യമേ ഈ ടിപ്പിൽ മുക്കി കഴിച്ചു നോക്കാം. നമ്മുടെ ഒരു ഹമൂസൊക്കെ പോലത്തെ ഒരു ഡിപ്പാണ്. ജാമിലൊന്ന് മുക്കാം. എല്ലാം ഹോം മെയ്ഡാണ്. ചീസ് വിത്ത് ഫ്രൂട്ട് അമേസിങ് ആണ്. ഇതൊരു പേരിങ്. ഇതെന്താന്ന് നോക്കട്ടെ. നമ്മുടെ കപ്പിളിന് കിട്ടാൻ സെറ്റപ്പ് വിത്ത് വാൾനട്ട്സ്. എല്ലാം ഇവര് വാൾനട്ട്സ് വെച്ചാ. കുറച്ചൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്. ഇത് ഹണി അല്ല കേട്ടോ, ജാം തന്നെയാണ്. പക്ഷെ വേറെ എന്തോ ടൈപ്പ് ജാമാണ്. ഇത് ഒരു തിക്ക്, മാമലയുടെ ഒക്കെ പോലെ. സോ ഇതും ബട്ടറും കൂടെ വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ക്രിസ്പി ബ്രെഡിൽ. ഇതിൻ്റെ ബട്ടറൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് ഇത്രയും തണുപ്പായിട്ടും അത്രയും ഹാർഡ് ആവുന്നില്ല. കണ്ടോ, സോഫ്റ്റ് ആയിട്ടാണ് ബട്ടറൊക്കെ വരുന്നത്. ഇതൊരു ടേസ്റ്റ്. ഇവിടെ ജാം, ഇതെന്താണെന്നറിയോ? ഹണി അല്ലല്ലോ, പക്ഷെ ഒരു ഓറഞ്ചിന്റെ ടേസ്റ്റ് ഉണ്ട്. എന്താണെന്ന് അറിയില്ല. പോരാതെ അവരുടെ ഓംലെറ്റ്. നിങ്ങൾ ഈ ഡോളി വന്ന് താമസിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആംബിയൻ സർവീസ് എവറിത്തിങ് ഇസ് ഗുഡ്. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഒരു ഇവന്റ് തന്നെയാണ്. എന്തൊരു ലോക്കൽ ജോർജിയൻ ഫീലാണെന്ന് അറിയാം ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റിലിരുന്ന് ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ മീല് കഴിക്കുന്നത്. ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ. ലൈക്ക് ഇൻ ദ സെൻസ് എല്ലാം ഇതുപോലെ കേടാവാത്തതും അല്ലെങ്കിൽ പിക്കിൾഡ്, പ്രിസർവ്ഡ് അങ്ങനത്തെ ഐറ്റംസിലാണ് ഇവർ കഴിക്കുന്നത്. സോ ദാറ്റ് ഇവിടുത്തെ പണ്ടത്തെ ഹാഷ് വിൻറ്റേഴ്സിലും അല്ലെങ്കിൽ ഈ നൊമാഡിക് ലൈഫ് സ്റ്റൈലിലൊക്കെ ആൾക്കാർക്ക് എപ്പോഴും ആക്സസിബിൾ ആയ ഫുഡാണ്. ഫ്രൂട്ട് ആണെങ്കിലും ഇതുപോലെ ഡ്രൈഡ് നട്ട്സ്, ഒലിവ്സ്, ഫിഗ്. കുക്കിംഗ് ഇൻവോൾവ് ചെയ്യുന്ന ആ കൂടെ ബ്രെഡ് മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെ പേസ്റ്റ് ഒക്കെ വെച്ച് ചെയ്യുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ ദെയർസ് എനി കുക്കിംഗ്. സോ ഇതായിരുന്നു ഒരു ഒത്തൻറ്റിക് ജോർജിയൻ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങൾ ബാക്ക് ടു അവർ റൂം ആൻഡ് ദിസ് പ്ലേസ്
കാണിക്കാൻ കുറേ ഉണ്ട്. നാളെ എനിക്ക് തോന്നുന്നു ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു നാളെയാണ് കംപ്ലീറ്റ് ടിബ്ലിസിയിൽ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ഓഫ് ആവുന്നത്. സോ ഹോപ്പ്ഫുള്ളി അതും കാണാൻ പറ്റും. അതല്ലാതെ ഈ ബ്യൂട്ടിഫുൾ വില്ലേജും നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.